പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന രണ്ട് ഉപകരണങ്ങളാണ്. ഒന്ന് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, മറ്റൊന്ന് റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പ്. എന്തിനാണ് നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്? ചെറിയ വസ്തുക്കളെ, സൂക്ഷ്മമായ വസ്തുക്കളെ വലുതാക്കി കാണിക്കാം. ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് പ്രധാനമായും രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന് ഒബ്ജക്റ്റീവ്സ് ലെൻസ്, മറ്റൊന്ന് ഐ പീസ് ലെൻസ്. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒബ്ജക്റ്റീവ് ലെൻസ് വസ്തുവിൻ്റെ അടുത്ത്, ഒബ്ജക്റ്റിൻ്റെ അടുത്ത് വെക്കാം. അപ്പോൾ അത് ചെറുതായിരിക്കും, അതിൻ്റെ ഫോക്കസ് ചെറുതായിരിക്കും, അതിൻ്റെ അപ്പർച്ചർ ചെറുതായിരിക്കും. ഐ പീസ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്ന ഭാഗത്ത്, ഐ പീസിൻ്റെ പ്രത്യേകത വലിയ ലെൻസാണ്. ഐ പീസിൻ്റെ ഫോക്കസ് വളരെ കൂടുതലാണ്, അപ്പർച്ചർ വളരെ കൂടുതലാണ്. ഒന്ന് നോക്കാം എങ്ങനെയാണ് ചെറിയ വസ്തുക്കളെ ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വലുതാക്കി കാണിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഈ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ എവിടെയാണ് നമ്മൾ വസ്തുവിനെ വെക്കുക എന്ന് ചോദിച്ചാൽ എഫിനും 2Fനും ഇടയിലാണ്. അപ്പോൾ എഫിനും 2Fനും ഇടയിൽ വെക്കുമ്പോൾ അതിൻ്റെ ഇമേജ്, അതായത് പ്രതിബിംബം ലഭിക്കുക 2Fന് അപ്പുറത്താണ്. 2Fന് അപ്പുറത്ത് ലഭിക്കുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്താ? വലുതാണ്, യഥാർത്ഥമാണ്, തല കീഴായതാണ്. അതായത് ലാർജ് സൈസാണ്, അല്ലെങ്കിൽ മാഗ്നിഫൈഡ് ആണ്, റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്. ഇനി ഈ ഇമേജ്, ഈ പ്രതിബിംബം ആരുടെ വസ്തുവായിട്ട് മാറും? ഐ പീസിൻ്റെ വസ്തുവായിട്ട് മാറും. അപ്പോൾ ഐ പീസിൻ്റെ ഈ വസ്തു, അതായത് ഒബ്ജക്റ്റ് നിൽക്കുന്നത് എവിടെയായിരിക്കും? ലെൻസിനും ഫോക്കസിനും ഇടയിലായിരിക്കും. അപ്പോൾ ഒരു ലെൻസിനും ഫോക്കസിനും ഇടയിൽ ഒരു വസ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, അതായത് വസ്തു എവിടെയാണോ വെച്ചിട്ടുള്ളത് അതേ ഭാഗത്താണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? അതാ വളരെ വലുതാണ്, മാഗ്നിഫൈഡ് ആണ്, വെർച്വൽ ആണ്, ഇറക്റ്റാണ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ചെറിയ വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഈ ചിത്രം മനസ്സിലായല്ലോ. പിന്നെ ഇവിടെ നമ്മൾ കൂടുതലായിട്ട് ഒന്ന് പോയിന്റ് ചെയ്ത് പഠിക്കാനുള്ളൊരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോഴും ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഒബ്ജക്റ്റീവ് ലെൻസ് എപ്പോഴും ചെറുതായിരിക്കും, അതിൻ്റെ ഫോക്കസ് എപ്പോഴും ചെറുതായിരിക്കണം. അപ്പോഴേ നമുക്ക് വിചാരിച്ചതുപോലെ വസ്തുക്കളെ വലുതാക്കി കാണിക്കാൻ പറ്റുള്ളൂ. അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പാണ്. ടെലസ്കോപ്പ് കുറേ ടൈപ്പ് ഉണ്ട് കേട്ടോ. അതായത് നമ്മളെ പാഠഭാഗത്ത് റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പാണ് നമ്മൾ പഠിക്കുന്നത്. ഈ റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വളരെ അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണിക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ നമുക്ക് ചന്ദ്രനെ, അതുപോലെ തന്നെ നക്ഷത്രങ്ങളെ, മറ്റു ഗ്രഹങ്ങളെ, ആകാശത്തിലുള്ള വസ്തുക്കളെയൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കുറച്ചും കൂടി ക്ലിയറായിട്ട് വലുതാക്കി കാണിക്കുക എന്നുള്ളതാണ് ടെലസ്കോപ്പിൻ്റെ, ദൂരദർശിനിയുടെ ഉപയോഗം. അപ്പോൾ ഇതിനും നമ്മൾ നേരത്തെ മൈക്രോസ്കോപ്പിനെ പറഞ്ഞതുപോലെ തന്നെ ഇതിനും രണ്ട് ഭാഗങ്ങളാണത്. ഒന്ന് ഇവിടെ നോക്കൂ, ഒന്ന് ഒബ്ജക്റ്റീവ് ലെൻസ് തന്നെ, മറ്റൊന്ന് ഐ പീസാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒബ്ജക്റ്റീവ് ലെൻസ് വലുതായിരിക്കും, എന്നാൽ ഐ പീസ് വളരെ ചെറുതാണ്. അപ്പോൾ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ പിന്നെ ഫോക്കസ് വലുതാണ്, അതിൻ്റെ അപ്പർച്ചർ വലുതാണ്. എന്നാൽ ഇതിൻ്റെ ഐ പീസ് നോക്കൂ, അതിൻ്റെ വലുപ്പം ചെറുതാണ്, അതിൻ്റെ ഫോക്കസ് ചെറുതാണ്, അതിൻ്റെ അപ്പർച്ചറും ചെറുതാണ്. ഇനി നോക്കൂ, ഇവിടെ എവിടെയാണ് വസ്തു നിൽക്കുന്നത്? വസ്തു വളരെ അകലെയാണ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റീവ്സ് ലെൻസിൻ്റെ എവിടെയാണ് ഇമേജ് ലഭിക്കുക? ഫോക്കസിലാണ് ഇമേജ് ലഭിക്കുന്നത്. അപ്പോൾ ആ ഇമേജിൻ്റെ, ആ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്താ? ചെറുതാണ്, തലകീഴായതാണ്, യഥാർത്ഥമാണ്, സ്മോൾ സൈസാണ്, റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്. ഇനി നോക്കൂ, ഈ പ്രതിബിംബം ഐ പീസിൻ്റെ വസ്തുവായിട്ട് മാറുകയാണ്. അപ്പോൾ ആ വസ്തു എവിടെ നിൽക്കുന്നത്? ലെൻസിനും ഫോക്കസിനും ഇടയിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ലെൻസിനും ഫോക്കസിനും ഇടയിൽ ലഭിക്കുമ്പോൾ അതേ ഭാഗത്ത് തന്നെയാണ് ഇമേജ് ലഭിക്കുന്നത്. നോക്കൂ, ഇവിടെ ഇമേജ് അതേ ഭാഗത്തല്ലേ ലഭിച്ചത്. ഈ ഇമേജിൻ്റെ പ്രത്യേകത എന്താ? ഈ ഇമേജിൻ്റെ പ്രത്യേകത വളരെ വലുതാണ്, മാഗ്നിഫൈഡ് ആണ്, ഇറക്റ്റ് ആണ്, അതുപോലെ തന്നെ ഇത് വെർച്വലാണ്. വെർച്വൽ, ഇറക്റ്റ്, മാഗ്നിഫൈഡ്, അതായത് വളരെ വലുതാണ്, മിഥ്യയാണ്, നിവർന്നതാണ്. അപ്പോൾ ഒരു റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പിൽ നമുക്ക് വസ്തുക്കളെ എങ്ങനെയാണ് വലുതാക്കി കാണിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഈ രണ്ട് ടോപ്പിക്സും വളരെ വ്യക്തമായിട്ട് പഠിച്ചു പോകുക. ഇതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻസും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിത്രങ്ങളൊക്കെ ഒന്ന് നോക്കി പോകാം. ഓക്കെ, താങ്ക് യു.